ഒരു നല്ല കൂട്ടുകാരൻ്റെ ഉപമയെക്കുറിച്ച് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്. അത് അത്തർ വിൽപ്പനക്കാരനെ പോലെ അത്രേ. കാരണം അവൻ്റെ കൂടെ നീ നടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ ഫ്രീ ആയിട്ട് നമുക്ക് അത്തർ തരും, അല്ലെങ്കിലോ ക്യാഷ് കൊടുത്ത് നമുക്ക് മേടിക്കാം. ഇതുമല്ല എങ്കിലോ അവൻ്റെ അടുത്തൊന്ന് ജസ്റ്റ് നിന്നാൽ തന്നെ അല്ലേ നല്ല ഗന്ധമായിരിക്കും, മോശമായത് അവിടെ ഉണ്ടാവുകയേയില്ല. എന്നാൽ ഇരുമ്പ് അതുപോലെ ലോഹം എന്നിവ ആണ് എങ്കിലോ അതിനെ ശുദ്ധിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതായ ആളുടെ അടുക്കലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലോ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടതായ ആ ജോലിയുമായി ബന്ധപ്പെട്ടതായ സ്മെല്ല് നമ്മളിൽ ഉണ്ടാവും. തീപ്പൊരി നമ്മുടെ മേൽ തെറിക്കും, ശരീരത്തിന് വേദന ഉണ്ടാക്കും, പ്രയാസമുണ്ടാക്കും. അതുപോലെ തന്നെയാണ് മക്കൾ ആരുടെ കൂടെയാണ് കൂടുന്നത് എന്നുള്ളത് പ്രധാനമായൊരു വിഷയമാണ്, പ്രത്യേകിച്ച് ദീനിൻ്റെ വിഷയം.